கட்டப்பனை நிரப்பில் கடை ஆணைக்குத்தியில் குடிநீர் குளத்தில் காட்டுப்பன்றி தவறி விழுந்தது. இந்த பகுதியை சேர்ந்த பேபிச்சன் என்போரின் விவசாய இடத்தில் இருந்த குளத்தில் தான் காட்டுப்பன்றி விழுந்தது. வனத்துறை அதிகாரிகள் சம்பவ இடத்திற்கு வந்து காட்டுப்பன்றியை சுட்டுக் கொன்றனர். காலையில்தான் கட்டப்பனை நிரப்பில் கடை ஆணைக்குத்தியில் பேபிச்சன் என்போரின் குளத்தில் காட்டுப்பன்றி விழுந்தது. காலையில் ஏலத்தோட்டத்தில் வேலைக்கு வந்த ஆட்கள் தான் குளத்திலிருந்து காட்டுப்பன்றியை கண்டனர். உடனடியாக வீட்டின் உரிமையாளருக்கு தகவல் தெரிவிக்கப்பட்டது. ആൾക്കാരാണ് വന്ന് കണ്ടത്. കണ്ടു കഴിഞ്ഞ് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്ന് കണ്ടു. ഞങ്ങൾക്ക് കുടിവെള്ളം ആണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വേറെ യാതൊരു മാറ്റമില്ല വെള്ളത്തിന്. അത് കാരണം ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് എല്ലാവരും ഭയങ്കര ഒരു ഭീഷണിയായിട്ട് തന്നെ വരുന്നൊരു പന്നിയാണ്. കുഞ്ഞു പിള്ളേരും ഇതൊക്കെ ഉള്ളതാണ്. இந்த பகுதியில் காட்டுப்பன்றி தாக்குதல் அதிகரித்துள்ளது. குழந்தைகள் உட்பட அதிகமாக உள்ள இந்த பகுதியில் இரவு பகல் வித்தியாசம் இல்லாமல் காட்டுப்பன்றிகள் சுற்றித் திரிகின்றன. அது பீதியாகவும் மாறியுள்ளது. அதனுடன் விவசாய பகுதிக்கும் நிரந்தரமாக காட்டுப்பன்றிகள் சேதத்தை ஏற்படுத்துவதாக பொதுமக்கள் தெரிவித்துள்ளனர். സന്ധ്യയായാലും ഒന്നും വെളിയിൽ ഇറങ്ങത്തില്ല. പേടിയ രാത്രിയിലൊക്കെ പറമ്പുകളിലൊക്കെ മിക്കവാറും കാട്ടുപന്നിയുടെ നല്ല ബുദ്ധി മത്സരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കൃഷിക്കാരാണ്. സന്ധ്യ കഴിഞ്ഞാൽ വെള്ളം അടിക്കാനും ഇറങ്ങിയില്ല. ഭയങ്കര പേടി. എൻ്റെ ആവശ്യത്തിന് മോട്ടോർ വരെ വരുമൊന്നുമില്ല. പേടിയാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ശല്യമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് രൂക്ഷമാണ്. അപ്പോൾ ഈ പന്നി തന്നെയല്ല, അതിന് വേറെ പന്നികളുണ്ട്. കൂട്ടമായിട്ടൊക്കെ വരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പന്നികൾ വരുന്നുണ്ട്. ഈ യാദൃശ്യമായിട്ടൊന്നും ഈ കുടിവെള്ള തുറസ് വീണതാണ്. അതിന് ഇതിനെ എത്രയും പെട്ടെന്ന് കൊന്നുകളയണമെന്നാണ്. தேக்கடியிலிருந்து வந்த வனத்துறை அதிகாரிகள் காட்டுப்பன்றியை துப்பாக்கியால் சுட்டுக் கொன்றனர். പുളിമല ആനോത്തി ഭാഗത്ത് ജനവാസനയോട് ചേർന്നുള്ള ഒരു കിണറ്റിൽ ഒരു കാട്ടുപന്നി വീണിട്ട് ഇവരിൽ ലഭിച്ചു. അതനുസരിച്ച് പുളിയിൽ നിന്നുള്ള RRT സംഘം സ്ഥലത്തെത്തി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തു. അതോടൊപ്പം മുനിസിപ്പൽ ആൾക്കാരെ വിവരമറിയിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥലത്തെത്തി വേണ്ട നടപടികൾ ഉറപ്പുവരുത്തി ഉത്തരവ് പാസ്സാക്കി സർക്കാർ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ആ പന്നിയെ വെടിവെച്ച് ആൾക്കാർക്ക് വേറെ ആൾക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പന്നിയെ വെടിവെച്ച് കിണറിന് പുറത്തെടുത്ത് നടപടികൾ പൂർത്തിയാക്കി മറവ്. பன்றியின் உடல் பினாயில் ஊற்றி அடக்கம் செய்யப்பட்டது. 70 கிலோ எடையுள்ள பன்றி தான் கிணற்றில் விழுந்தது. ஏலத்தோட்டத்திற்கு வேலைகளுக்கு வரும் தொழிலாளிகளுக்கும் நிரந்தரமாக ஆபத்தாக இருந்த பன்றி தான் கொல்லப்பட்டது. நியூஸ் பியூரோ, கட்டப்பனை.